നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കരിങ്കുന്നം ഇല്ലിച്ചാരിയിൽ പുലിയുടെ ദൃശ്യങ്ങൾ വീണ്ടും ക്യാമറയിൽ പതിഞ്ഞതോടെ ഭീതിയിലായിരിക്കുകയാണ് ഒരു ഗ്രാമം. ഭൂരിഭാഗം കർഷകരും തൊഴിലാളികളും അധിവസിക്കുന്ന ഇവിടെ പലരുടെയും വരുമാനം നിലച്ച സ്ഥിതിയാണ്. പകൽ പോലും വീടിന് വെളിയിൽ ഇറങ്ങാൻ ഭയമാണെന്ന് വീട്ടമ്മമാർ പ്രതികരിച്ചു. തൊടുപുഴ സബ് ഡിസ്ട്രിക്ട് റിട്ടയർഡ് ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ വാർഷികാഘോഷം കരിമണ്ണൂർ സെന്റ് ജോസഫ് HSS മുൻ പ്രിൻസിപ്പൽ ജോർജ് ജോസഫ് കേളകം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം മാർ ബേസിലിയസ് ഐസ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. HH മോറാൻ മാർ ബേസിലിയോസ് മാർത്തോമായിലെ മാത്യു മൂന്നാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുണ്ടൻമുടി നാരുകാനം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ രണ്ടാമത് പ്രതിഷ്ഠാവാർഷിക മഹോത്സവം ഞായറാഴ്ച ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴയിൽ ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കരിങ്കുന്നം ഇല്ലിച്ചാരിയിൽ പുലിയുടെ ദൃശ്യങ്ങൾ വീണ്ടും ക്യാമറയിൽ പതിഞ്ഞതോടെ ഭീതിയിലായിരിക്കുകയാണ് ഒരു ഗ്രാമം. ഭൂരിഭാഗം കർഷകരും തൊഴിലാളികളും അധിവസിക്കുന്ന ഇവിടെ പലരുടെയും വരുമാനം നിലച്ച സ്ഥിതിയിലാണ്. പകൽ പോലും വീടിന് വെളിയിൽ ഇറങ്ങാൻ ഭയമാണെന്ന് വീട്ടമ്മമാർ പ്രതികരിച്ചു. പുലിയെ പിടികൂടാൻ വൈകുന്നതിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധവും ഉയർന്നു തുടങ്ങി. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. കരിങ്കുന്നം ഇല്ലിച്ചാരിയിൽ പുലിയുടെ ദൃശ്യങ്ങൾ വീണ്ടും ക്യാമറയിൽ പതിഞ്ഞതോടെ ഭീതിയിലായിരിക്കുകയാണ് ഒരു ഗ്രാമം. പകൽ പോലും വീടിന് വെളിയിലിറങ്ങാൻ ഭയമാണെന്നും പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും വീട്ടമ്മമാർ പ്രതികരിച്ചു. പേടിച്ച ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും പുറത്തിറങ്ങാനോ ഒന്നിനും പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാത്റൂമൊക്കെ വെളിയിലാണ്. ഞങ്ങൾക്ക് വെളിയിലിറങ്ങി രാത്രിയിൽ കൂടെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വേണം ഇറങ്ങി പോകാനൊക്കെ. ഒരു പട്ടി കുറച്ചാൽ തന്നെയായാലും ഞങ്ങൾക്ക് പേടിയാണ് ഇപ്പം വെളിയിലേക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ. വീട്ടിലെ സ്ഥിതി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ 2-3 പിള്ളേരൊക്കെ ഉള്ളതാണ്. ചെറിയ പിള്ളേർ സ്കൂൾ അടച്ചേക്കുന്ന സമയമായതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങി അങ്ങനെ കളിച്ചൊക്കെ നടക്കുന്ന പിള്ളേരല്ലേ. അവർക്ക് കളിച്ച് പുറത്തേക്ക് ഇറങ്ങാനോ എല്ലാം ഒരു ഭയങ്കര പേടിയാണ്. കാരണം ഈ പുലി ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേർക്കാണെങ്കിലും പുറത്തിറങ്ങാനും കളിക്കാനും എല്ലാം പേടി. എപ്പോഴും വീടിനുള്ളിൽ തന്നെ പിള്ളേരും കഴിച്ചു കൂട്ടുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ പിടിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. 45 വർഷത്തോളം ഞങ്ങളിവിടെ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു ശല്യം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ആദ്യത്തെ അനുഭവമാണ്. ഇവിടെ പിള്ളേരും എല്ലാവരും ഉള്ള ഞങ്ങൾക്കൊക്കെ പേടിയാണ്. ഞങ്ങൾക്കിപ്പോൾ ഇറങ്ങി നടക്കാൻ തന്നെ പേടിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് വഴിയിൽ കൂടെയൊക്കെ നടക്കാം. ഈ സാധനം എപ്പോഴും ഇറങ്ങണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ അള്ളിൻ്റെ എവിടെ, ഈ തൊട്ട് മുകളിൽ അള്ളിൻ്റെ എവിടെയാണ് ഇപ്പോൾ കണ്ടേക്കണേ. അപ്പോൾ ഇതിൽ ഇറങ്ങി വരും. പിന്നെ കുഞ്ഞുങ്ങൾ ഈ കന്നാരക്കകത്തൊക്കെ വന്നിരുന്നാൽ പോലും അറിയില്ല. കുഞ്ഞു പിള്ളേരെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉള്ളത് അവരെ ഇപ്പോൾ പേടിച്ചിട്ട് അവരുടെ കൂടത്തിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. ഭൂരിഭാഗം കർഷകരും തൊഴിലാളികളും അധിവസിക്കുന്ന മേഖലയിൽ ജനങ്ങളുടെ ദൈനംദിന വരുമാനം നിലച്ച സ്ഥിതിയിലാണ്. പുലിയുടെ സാന്നിധ്യം ആദ്യമുണ്ടായ ഒറ്റല്ലൂർ ക്ഷേത്രത്തിന് സമീപം 40ഓളം കുടുംബങ്ങൾ വളരെ ആശങ്കയിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ ഒരു 3 ദിവസം മുമ്പ് ഈ മുറ്റത്തോടെ ഇതിലെ കടന്നുപോയത്. അന്നാണ് ഇത് ക്യാമറയിൽ പതിയുന്നത്. ഇപ്പോൾ പട്ടി കൂട്ടിക്കിടന്ന് ഒച്ച ഇട്ടപ്പോൾ ഞാൻ അപ്പം വാതിൽ തുറക്കാനായിട്ട് വന്നപ്പോഴത്തേനും ജനലിക്കട നോക്കുമ്പോൾ മുറ്റത്തോടെ കയറിയിട്ട് നേരെ അപ്പുറത്തെ പറമ്പിലേക്കാണ്. എന്നിട്ട് അന്ന് ആണ് ഈ ക്യാമറയിൽ പതിഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ആദ്യത്തെ ഇതാണ്. വരങ്ങുമൊക്കെ വല്ലപ്പോഴും വരുമായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നാണെങ്കിൽ ഒരു 2 മാസമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് ഇത് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാരണവന്മാരായ ആൾക്കാർ പോലും പുറത്തിറങ്ങുന്നില്ല. ഞാൻ കരിങ്കുന്നം ഒറ്റല്ലൂർ ദേവീക്ഷേത്രത്തിലെ ശാന്തിയാണ്. അപ്പോൾ ഇവിടെ പുലി വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇവിടെ ഈ മുറ്റത്താണ് വന്ന കാൽപ്പാടുകളും മാന്തിയപാടും എല്ലാം നമ്മളാണ് അത് രേഖപ്പെടുത്തുന്നത്. നമ്മളത് കണ്ടതുമാണ്. ക്ഷേത്രത്തിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്ന ടൈം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ തന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ ടാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തി ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ ഒരു കോഴീനെ പിടിച്ചു. അന്നേരം ഈ ജീവിനെ കണ്ടു. അപ്പം
ഇതുവരെയായിട്ടും ഇതിൻ്റെ ഒരു തുടർന്നുള്ള ഒരു നടപടികൾ കാര്യക്ഷമമായിട്ട് നടത്തിയില്ല എങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ആശങ്കയിൽ തന്നെയാണ്. ഇതിനിടെ ഇല്ലിച്ചാരിയിലും മുട്ടത്തും കണ്ടത് ഒരു പുലി തന്നെയെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. പുലിയെ പിടികൂടാൻ വൈകുന്നതിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ കൂട് മാറ്റി സ്ഥാപിക്കലടക്കം നടപടികൾ വനം വകുപ്പ് സ്വീകരിച്ചതായും ഇന്ന് തന്നെ കൂട് മാറ്റി സ്ഥാപിക്കുമെന്നും വാർഡ് മെമ്പർ ഷീബ ജോൺ പറഞ്ഞു. നേരത്തെ സ്ഥാപിച്ചിരുന്ന കൂട് അത് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ അവർ മുന്നോട്ടെടുക്കുകയും അവരിന്ന് കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത്, അതായത് പുലിയുടെ സാന്നിധ്യം ക്യാമറയെ പതിയുന്ന ആ സ്ഥലത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ എത്തിയില്ല കൂട്, എങ്കിലും ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനങ്ങളെല്ലാം വളരെയധികം ഭീതിയിലാണ്. അപ്പോൾ തീർച്ചയായും അതിന് തക്കതായ ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ പെട്ടെന്നായ ഒരു നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പുറത്തേക്ക് ഇറങ്ങാൻ വരെ വളരെ ഭീതിയാണ്. അതായത് നേരം വെളുത്ത ഒരു 6-6:30 ശേഷമാണ് മാത്രമാണ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് ഒരു 6 മണി 6:30 മുമ്പ് അവർ വീടിൻ്റെ അകത്ത് കയറേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്ത് ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വളരെയധികം ഭീതിയിലാണ്. അതായത് വളരെയധികം ഭീതിയിലായിട്ടാണ് 1 മാസത്തോളമായിട്ട് ജനങ്ങൾ ഈ പുലിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ജീവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുതലക്കോട് ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിമാസ വീട്ടുമുറ്റ പുസ്തക ചർച്ച സംസ്ഥാനത്തെ വായനശാലകൾക്കാകെ മാതൃകയാകുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 100-ൽ പരം ആളുകൾ പങ്കെടുക്കുന്ന വീട്ടുമുറ്റങ്ങൾ അക്ഷരങ്ങളെയും വായനയെയും സ്നേഹിക്കുന്ന പുതിയ തലമുറയുടെ പുനർനിർമ്മിതിയായി മാറുകയാണ്. വീട്ടുമുറ്റങ്ങളിലെ പുസ്തക ചർച്ചകൾ. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിമാസ വീട്ടുമുറ്റ പുസ്തക ചർച്ച സംസ്ഥാനത്തെ വായനശാലകൾക്കാകെ മാതൃകയാകുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 100-ൽ പരം ആളുകൾ പങ്കെടുക്കുന്ന വീട്ടുമുറ്റങ്ങൾ അക്ഷരങ്ങളെയും വായനയെയും സ്നേഹിക്കുന്ന പുതിയ തലമുറയുടെ പുനർനിർമ്മിതിയായി മാറുകയാണ് വീട്ടുമുറ്റങ്ങളിലെ പുസ്തക ചർച്ചകൾ. വായനയെ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച പ്രതിമാസ വീട്ടുമുറ്റ പുസ്തക ചർച്ചയിൽ 21ാമത്തെ വീട് മുതലക്കോടത്ത് ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രന്റെ വീട്ടുമുറ്റമായിരുന്നു. എക്കാലത്തെയും ലോക ക്ലാസിക്കായ ടോൾസ്റ്റോയുടെ അന്ന കെരനീന എന്ന നോവലാണ് ചർച്ചയ്ക്കെടുത്തത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗവും എഴുത്തുകാരനുമായ ജിജി കെ ഫിലിപ്പ് കഥ പറഞ്ഞ് അവതരിപ്പിച്ചപ്പോൾ ലോക സാഹിത്യത്തിന്റെ വിശാലമായ എഴുത്തിന്റെ കൈവഴികളിലൂടെയെല്ലാം ആസ്വാദക മനസ്സുകളെ കൊണ്ടുപോയി. ലോകത്തിന്റെ സാഹിത്യം എന്താണെന്ന് കുറെയെങ്കിലും മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ സാഹിത്യത്തിന്റെ വലുപ്പമില്ലായ്മ നന്നായി നമുക്ക് ബോധ്യപ്പെടും. അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ആരെങ്കിലും കുറിച്ച് പറഞ്ഞിരുന്നത് വലിയ മഹത്തരമായ കൃതിയാണ് എന്ന് പറയുന്നതിൽ നമുക്ക് പറയാം. പക്ഷേ ലോക സാഹിത്യം അതൊന്നുമല്ല. ചില ആളുകളുടെ കൃതികൾ വായിക്കുന്നതാണ് എന്താണ് സാഹിത്യം എന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി മനസ്സിലാക്കും. ഇപ്പം ഇവിടെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ലോക സാഹിത്യം. ഇപ്പം എൻ്റെ മനസ്സിൽ മറ്റു പലതുമായിരുന്നു. ലോക സാഹിത്യ ചർച്ച തുടങ്ങുകയാണ് ഞങ്ങൾ. ഒരു പുസ്തകത്തെക്കുറിച്ച് ടോൾസ്റ്റോയോ ആരെങ്കിലെ കുറിച്ചൊക്കെ നമുക്ക് അന്ന കരീനയോ ഏതെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞു ആരും ആയിക്കോട്ടെ. അപ്പം അദ്ദേഹം ഞാനത് എന്നോടൊരാൾ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളും വാചകങ്ങളും എല്ലാം ഇങ്ങനെ നിരീക്ഷിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആദ്യം ഈ അന്ന കരീനെ പുറത്തു. എഴുത്തുകാരനും പ്രഭാഷകനുമായ KR സോമരാജന്റെ അധ്യക്ഷതയിൽ തൊടുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് AP കാസിൻ, ജോയിന്റ് സെക്രട്ടറി ജോസ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. S വൈശാഖൻ സ്വാഗതവും ലൈബ്രറി സെക്രട്ടറി PV സജീവ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. തൊടുപുഴ സബ് ഡിസ്ട്രിക്ട് റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ വാർഷിക ആഘോഷം തൊടുപുഴ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടത്തി. കരിമണ്ണൂർ സെന്റ് ജോസഫ് HSS മുൻ പ്രിൻസിപ്പൽ ജോർജ് ജോസഫ് കേളകം ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് TU ജോർജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 80 വയസ്സ് പൂർത്തിയായവരെ ആദരിച്ചു. നവാഗതർക്ക് സ്വീകരണവും നൽകി. തൊടുപുഴ സബ് ഡിസ്ട്രിക്ട് റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ വാർഷിക ആഘോഷം തൊടുപുഴ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ് HSS മുൻ പ്രിൻസിപ്പൽ ജോർജ് ജോസഫ് കേളകം ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളോട് എനിക്ക് വളരെ ബഹുമാനം തോന്നുന്നു, വളരെ ഒരു ആദരവ് തോന്നുന്നു എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ആ അടിത്തറയിട്ടവർ നിങ്ങളാണ്. ഇന്ന് നമുക്കറിയാം, നിങ്ങളെല്ലാവരും തന്നെ ഒരുപക്ഷെ കൊച്ചുമക്കളെയൊക്കെ വളർത്തുന്നുണ്ടാവും. ഞാൻ ആ സ്റ്റേജിലേക്ക് കടക്കുന്നേ ഉള്ളൂ. എൻ്റെ മക്കളുടെ കല്യാണം ഒക്കെ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ, ഇത് തുടങ്ങിയിട്ടില്ല. എന്നിരുന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ കൊച്ചുമക്കളും മുതിർന്ന പേരൻസും തമ്മിലുള്ള ഒരു വല്ലാത്ത ആത്മബന്ധം. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളവർക്ക് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് ആവശ്യത്തിന് സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടില്ല, അവരെ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു ചെറിയ പരിഭവ ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. കാരണം ജോലി തിരക്കുകളും ജീവിതത്തിന്റെ തിരക്കുകളുമായിട്ട് ഓടി നടക്കുകയായിരുന്നു.
ആ സമയത്ത് മക്കളെ കുറെ കൂടി ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു ചെറിയ പരിതാപം ഒരു സങ്കടം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കണ്ടേക്കാം. അത് നമ്മൾ പരിഹരിക്കുന്നത് നമ്മുടെ കൊച്ചു മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൂടുതൽ ചേർത്ത് പിടിച്ച് അവരെ സ്നേഹിച്ച് അവരോടൊപ്പം കളിച്ച് ചിരിച്ച് അത് ഇപ്പോൾ അവരുടെ അപ്പുറമൊക്കെ അത്ര ഇറങ്ങി വരാൻ പറ്റും. സംഘടനാ പ്രസിഡന്റ് ടി.യു. ജോർജ് അധ്യക്ഷനായി. സെക്രട്ടറി പി.വി. ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അനുസ്മരണ പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ 80 വയസ്സ് പൂർത്തിയായവരെ ആദരിച്ചു. നവാഗതർക്ക് സ്വീകരണവും നൽകി. നിർമ്മല തങ്കച്ചൻ, ടോമി കട്ടക്കയം എന്നിവർ ഗാനാലാപനം നടത്തി. ടൂർ കമ്മിറ്റി കൺവീനർ PM ദേവസ്യാച്ചൻ, ജോസഫ് മൂലശ്ശേരി, സിസ്റ്റർ ആനി ജോസ്, തെരഞ്ഞെടുപ്പ് വരണാധികാരി PA ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് പൊതുചർച്ച നടന്നു. വൈസ് പ്രസിഡന്റ് CM ആനീസ് സ്വാഗതവും ട്രഷറർ റോയി ടി ജോസ് നന്ദിയും പറഞ്ഞു. പൊതുയോഗത്തിന് ശേഷം സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അരിക്കുഴ 94 നമ്പർ അംഗൻവാടി ടീച്ചർ ശോഭന ടീച്ചർക്ക് അരിക്കുഴ നിവാസികളുടെ സ്നേഹം നിറഞ്ഞ യാത്രയയപ്പ്. അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് യോഗം മണക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി ഉദ്ഘാടനം ചെയ്തു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ PS ജേക്കബ് അധ്യക്ഷത വഹിച്ചു. 42 വർഷം അംഗൻവാടി ടീച്ചറായി സേവനമനുഷ്ഠിച്ച ശോഭന ടീച്ചർക്ക് അരിക്കുഴ നിവാസികളുടെ ഹൃദയം ചേർത്തുവെച്ച യാത്രയയപ്പ്. അരിക്കുഴ 94 നമ്പർ അംഗൻവാടി ടീച്ചർ ശോഭനയ്ക്കാണ് അരിക്കുഴ നിവാസികളുടെ സ്നേഹം നിറഞ്ഞ യാത്രയയപ്പ് നൽകിയത്. അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് യോഗം മണക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തി അമ്മമാരിൽ നിന്ന് മാറി അവരെ ഏറെ സ്നേഹം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചിനെയും ടീച്ചറിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ വിട്ടതാണ്. അന്ന് നമ്മുടെ സുഖ ടീച്ചർ ആയി അവിടെ വർക്ക് ചെയ്യുന്നു. രണ്ടുപേരും കൂടി ഏറെ സ്നേഹത്തോടെ ആ കുഞ്ഞുങ്ങളെല്ലാം പരിപാലിക്കുന്നത് എനിക്ക് കാണാനിടയായിട്ടുണ്ട്. 42 വർഷമായി നാട്ടിലെ കുട്ടികൾക്ക് ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് സമൂഹത്തിൽ ഉന്നത പദവിയിൽ എത്തിച്ചേരാൻ വഴികാട്ടി കൊടുത്തയാളുമാണ് ടീച്ചറെന്നും 5 വർഷം അരിക്കുഴ 1-ാം വാർഡിലെ വാർഡ് മെമ്പറായും വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ആളാണ് ടീച്ചറെന്നും യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷൈനി ഷാജി പറഞ്ഞു. ടീച്ചർ ആദ്യാക്ഷരം പഠിപ്പിച്ച കുട്ടികൾ ഇന്ന് പലരും ഉന്നത പദവിയിൽ എത്തിയതായും ഒരു അംഗൻവാടി ടീച്ചറുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാനും ശോഭന ടീച്ചർക്ക് കഴിഞ്ഞതായി യാത്രയയപ്പ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ ചെയർമാൻ PS ജേക്കബ് പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജി ജോർജ്, ഫ്രാൻസിസ് ആലക്കോട് എന്നിവർ പ്രസംഗിച്ചു. ശോഭന ടീച്ചറുടെ അംഗൻവാടി കുട്ടികളുടെ വിവിധതരം കലാപരിപാടികളും യാത്രയയപ്പ് യോഗത്തിൽ സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ടീച്ചർക്ക് സമാനമായി താൻ വരച്ച പടം നൽകി. മറുപടി പ്രസംഗത്തിൽ ശോഭന ടീച്ചർ എല്ലാവർക്കും നന്ദി പറഞ്ഞു. യാത്രയയപ്പ് യോഗത്തിന് അംഗൻവാടി വർക്കർ ബേബി നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അരിക്കുഴ. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC ഇടുക്കി ജില്ലാ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. രാജീവ് ഭവനിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ബിജു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ B. രാകേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് TM ആസാദ് അധ്യക്ഷത വഹിച്ചു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും വായ്പ സ്വീകരിച്ച് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ നഗരങ്ങളിലെ കുടിവെള്ള വിതരണ ചുമതല 10 വർഷത്തേക്ക് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുവാനുള്ള നടപടികൾ സർക്കാർ നിർത്തിവെക്കണമെന്ന് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വായ്പകൾ സ്വീകരിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ നിലനിർത്തി നടപ്പാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ 2511 കോടി രൂപ വായ്പ സ്വീകരിച്ച് കൊച്ചി കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണ ചുമതലയാണ് സ്വകാര്യ കമ്പനി ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്.
തുടർന്ന് തിരുവനന്തപുരം, കോഴിക്കോട് കോർപ്പറേഷനുകളിലെ ജലവിതരണ ചുമതലയും സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നതാണ് പദ്ധതി. വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കുന്ന പദ്ധതികൾ അവസാനിപ്പിച്ച് ഇപ്പോൾ നടക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കി രൂക്ഷമായ വേനലിൽ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ജീവനക്കാരെ നിയമിച്ചതല്ലാതെ ഇടുക്കി ജില്ലയിൽ പുതുതായി ആരംഭിച്ച സർക്കിൾ ഡിവിഷൻ ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ ആരംഭിച്ചിട്ടില്ല. മലയോര മേഖലയുടെ കുടിവെള്ള ദൗർലഭ്യം പരിഹരിക്കാൻ ഉദ്ദേശിച്ച് ആരംഭിച്ച ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം. ജില്ലാ പ്രസിഡന്റ് TM ആസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ബിജു ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ B. രാകേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ നേതാക്കളായ ഷൈജു TS, മുഹമ്മദ് നൈസാം, ജിജു ജോൺ, ബിനു CP, നവാസ് KS തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുണ്ടൻമുടി നാരുകാനം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ രണ്ടാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഞായറാഴ്ച ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേർത്തല സുമിത് തന്ത്രികളുടെയും പാണാവള്ളി സുജിത് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തിനിർഭരമായ താന്ത്രിക ചടങ്ങുകളാലും നയനമനോഹരമായ പകൽപ്പൂര ഘോഷയാത്രയോടും കൂടിയാണ് ഈ വർഷത്തെ ഉത്സവം കൊണ്ടാടിയത്. ശ്രീ ധർമ്മശാസ്താവിന്റെയും ഉപദേവി ദേവന്മാരുടെയും ദേവസാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മുണ്ടൻമുടി നാരുങ്കാനം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ രണ്ടാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഞായറാഴ്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേർത്തല സുമിത് തന്ത്രികളുടെയും പാണാവള്ളി സുജിത് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തി നിർഭരമായ താന്ത്രിക ചടങ്ങുകളാലും നയനമനോഹരമായ പകൽപ്പൂര ഘോഷയാത്രയോടും കൂടിയാണ് ഈ വർഷത്തെ ഉത്സവം കൊണ്ടാടിയത്. ഉത്സവ ദിനത്തിൽ കലശപൂജ, ക്ഷേത്ര പൊങ്കാല, സഹസ്രദീപ കാഴ്ച, സമൂഹ നീരാഞ്ജനം, ഗാനമേള എന്നിവ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടത്താനായതായി ക്ഷേത്രം പ്രസിഡന്റ് ആകാശ് V. മോഹനൻ, സെക്രട്ടറി രാജീവ് വിജയൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കോതമംഗലം മാർ ബേസിലിയസ് ഐസ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. HS മോറാൻ മാർ ബേസിലിയോസ് മാർത്തോമയിലെ മാത്യു മൂന്നാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. റവറൻ തോമസ് പോൾ റംബാൻ അനുഗ്രഹ സന്ദേശം നൽകി. പ്രൊഫസർ ബേബി M. വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. കോതമംഗലം മാർ ബെസേലിയോസ് ഐസ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിന്റെ 16ാം വാർഷികാഘോഷം നടത്തി. സ്കൂളിലെ കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച ഓപ്പൺ ഡാൻസോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. HS മൊറാൻ മാർ ബെസേലിയോസ് മാർത്തോമയിലെ മാത്യു മൂന്നാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിശുദ്ധ റവറൻ തോമസ് പോൾ റംബാൻ അനുഗ്രഹ സന്ദേശം നൽകി. പ്രൊഫസർ ബേബി M. വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ആതിര കൃഷ്ണൻ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, KV തോമസ് എന്നിവർ ആശംസകൾ നേർന്നു. സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. സ്കൂളിലെ അധ്യാപകരും നൃത്തം അവതരിപ്പിച്ചു. ഓരോ ശ്വാസത്തിലും ദൈവമേ നിന്നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മാലകയാൻ പാറി പറക്കും വാനിലെ ദൂതുമായി പാറി നടന്നിടും. വിശുദ്ധ റവറൻ മത്തായി ഇടയനാൽ കോർ ബിഷപ്പ് സ്വാഗതവും ജേക്കബ് ഇട്ടൂപ്പ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നാഷണൽ NGO കോൺഫെഡറേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴയിൽ ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഷീബ സുരേഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്, കോൺഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ തുടങ്ങി നിരവധി ആളുകൾ ആശംസകൾ നേർന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴയിൽ ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര ദേശീയ കൂട്ടായ്മയായ
NGO കോൺഫെഡറേഷന് കീഴിൽ ഇടുക്കി ജില്ലയിലെ പ്രോജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുഖ്യ സംഘാടകരായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. 50% വരെ സാമ്പത്തിക സഹായത്തോടെ വനിതകൾക്ക് ഇരുചക്ര വാഹന വിതരണം, കർഷകർക്ക് വിത്ത്, വളം, കാർഷിക ഉപകരണങ്ങളുടെ വിതരണം, ഹൈടെക് കോഴിക്കോടുകളുടെ വിതരണം, തയ്യൽ മെഷീനുകളുടെ വിതരണം എന്നിവയിൽ ഇതിനോടകം ഗുണഭോക്താക്കളായവരുടെ സംഗമവും പുതിയ അപേക്ഷകർക്ക് പദ്ധതിയുടെ വിശദീകരണവുമാണ് നടന്നത്. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഷീബ സുരേഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്, കോൺഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ, കോൺഫെഡറേഷൻ ജില്ലാ ഭാരവാഹികളായ സുമ അനിൽകുമാർ, ഇന്ദിര K നായർ, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയൻ, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഝാൻസി മാത്യു, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി, ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ, ദിവ്യം ഫൗണ്ടേഷൻ ഡയറക്ടർ ഫാദർ ബെന്നി, ഇടവെട്ടി പ്രണവം ലൈബ്രറി സെക്രട്ടറി സുധീർ, ഇളംദേശം സീഡ് സൊസൈറ്റി പ്രസിഡന്റ് ബിൻസി ജോസഫ്, സെക്രട്ടറി യമുന പ്രദീപ്, തൊടുപുഴ സീഡ് സൊസൈറ്റി സെക്രട്ടറി ഷെറി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സാധാരണക്കാരായ സ്ത്രീകളെ കണ്ടെത്തി അവർക്ക് വേണ്ട അവരുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിരിക്കുക. ആ കടന്നു വന്നിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അവരുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ കാണുന്നതിന് സാധാരണക്കാരെന്നോ അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള ജനങ്ങളെന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും മറ്റുള്ളവരെ പോലെ ജീവിക്കണം, അവരുടെ സംവിധാനങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ന് പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഒട്ടനവധി പല മേഖലകളിലും കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ വാഹനം, നമുക്കറിയാം ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ഗതാഗതമാർഗം സ്വന്തമായൊരു വാഹനം പൂർണ്ണകാലം 1 ലക്ഷം രൂപയോളം വരുന്ന അല്ലെങ്കിൽ 1.4 ലക്ഷം രൂപയോളം വരുന്ന 2 വീലറുകൾ സ്വന്തമായി മേടിക്കുവാൻ അല്ലെങ്കിൽ ഫിനാൻസ് മേടിക്കുവാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം സ്വന്തമാക്കുവാൻ കഴിയുക. പക്ഷെ ആഗ്രഹങ്ങളുണ്ട്, അത് യാഥാർത്ഥ്യമാക്കുവാൻ ഇതുപോലുള്ള സംവിധാനങ്ങളിലൂടെ സാധിക്കുമെന്നുള്ളൊരു കാര്യം വളരെ ഒരു സംവിധാനം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കാശ്മീർ കരകൗശല ഉൽപ്പന്നമായ മാനുകളുടെ വിൽപ്പന ശ്രദ്ധേയമായി. ഓരോ മാൻ ശില്പത്തിലും എന്നെ ഉപദ്രവിക്കരുത് എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും മൂന്നാറിലേക്കുള്ള സഞ്ചാരികളെയും മറ്റു വഴിയാത്രക്കാരെയും ലക്ഷ്യമിട്ടാണ് മനോഹരമായ ഈ കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണുവാൻ മാത്രമായും നിരവധി വഴിയാത്രക്കാർ ഇറങ്ങുന്നുണ്ട്. വന്യജീവികളെ ഉപദ്രവിക്കരുതെന്ന സന്ദേശവുമായി കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയോരത്ത് കാശ്മീർ കരകൗശല ഉൽപ്പന്നമായ മാനുകളുടെ വിൽപ്പന ശ്രദ്ധേയമായി. ദേശീയപാതയിൽ നേര്യമംഗലം പാലം മുതൽ വാളറ വരെയുള്ള ഭാഗം വനമേഖലയാണ്. വനമേഖലയിൽ വരുന്ന ഈ ഭാഗത്ത് പാതയോരത്ത് ജീവനില്ലാത്ത മാനുകൾ നിരനിരയായി ഇരിക്കുന്നത് മനോഹര കാഴ്ചയാണ്. ഓരോ മാൻ ശില്പത്തിലും എന്നെ ഉപദ്രവിക്കരുതെന്ന് എഴുതി വെച്ചുകൊണ്ടാണ് വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വന്യജീവികളെ ഉപദ്രവിക്കരുതെന്ന സന്ദേശവും ഇതുവഴി നൽകിക്കൊണ്ടാണ് ശില്പങ്ങളുടെ വിൽപ്പന നടത്തുന്നത്. ഓരോ മാനുകൾക്കും 1000 മുതൽ 3500 രൂപ വരെ വില കിട്ടുന്നുണ്ടെന്നും കച്ചവടക്കാരൻ റഷീദ് BBC ന്യൂസിനോട് പറഞ്ഞു. നാളെ നിൽക്കും, ഇത് പറക്കാലൊന്നോ പോലുമില്ല, കൊമ്പോ ഇതൊന്നും പോകുന്ന ഐറ്റമല്ല. നിലത്ത് വീണാലും കുട്ടികൾക്ക് വീട്ടിലും എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ്. ടൂറിസ്റ്റാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അതിൽ എല്ലാവരും വന്ന് ചോദിച്ചു പോകുന്നവരാണ് 100 പേരും. 10-20 പേര് കച്ചവടം മാത്രമേ നടക്കുന്നുള്ളൂ. എന്നാലും ഇതും പിന്നെ ഓട്ടോറിക്ഷയുള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പ്രധാനമായും മൂന്നാറിലേക്കുള്ള സഞ്ചാരികളെയും മറ്റു വഴിയാത്രക്കാരെയും ലക്ഷ്യമിട്ടാണ് മനോഹരമായ ഈ കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണുവാൻ മാത്രമായും നിരവധി വഴിയാത്രക്കാർ ഇറങ്ങുന്നുണ്ട്. കാശ്മീർ നിർമ്മിതമായ മാനുകൾക്കൊപ്പം വിവിധ ഇനം കൃത്രിമ പുഷ്പങ്ങളും ഓട്ടോയിൽ നിറച്ചുവെച്ചാണ് പാതയോർത്ത് വിൽപ്പന നടത്തുന്നത്. മൂന്നാറിലേക്ക് കുട്ടികളുമായി പോകുന്ന സഞ്ചാരികൾ മാനുകൾ നിരത്തിവെച്ചിരിക്കുന്നത് കണ്ട് വാങ്ങിക്കൊണ്ടു പോകാറുണ്ട്. വിനോദസഞ്ചാര സീസൺ മുന്നിൽ കണ്ടു തുടങ്ങിയ കച്ചവടം വിജയകരമാണെന്ന് വ്യാപാരി തൊടുപുഴ വണ്ണപ്പുറം ആലുങ്കൽ റഷീദ് പറയുന്നു. ജമ്മു കാശ്മീരിൽ നിന്നാണ് ഇവിടെ മാനുകളുടെ ശില്പങ്ങൾ എത്തിക്കുന്നത്. 1 മാസമായി ഇവിടെ വിൽപ്പനയുണ്ട്. ജമ്മു കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കോട്ടൺ ലെതറാണ്. ഇത് ശരിക്കും ഒറിജിനാലിറ്റി പോലെ തന്നെ ഇരിക്കുന്ന സംഭവമാണ്. ഇതിനാണ് വില വരുന്നത്. ഇത് അവിടെ ഉള്ളവർ ഇവിടെ വന്ന് പണിതെന്ന് നമ്മളെടുത്ത് സെയിൽ നടത്തുന്നതാണ്. ഇത് ബാക്കി ആൾക്കാർക്ക് ഒരു എൻജോയ്മെൻ്റാണ്. ഈ റൂട്ടിൽ എല്ലാവർക്കും പോകുന്നവരും എന്താണെന്ന് ചോദിക്കാതെ ആരും പോകുന്നില്ല. വാങ്ങുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് ഞാനത് കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ലോകത്തിലെ ഏറ്റവും മികച്ച ജനകീയ ഹോട്ടലുകളുടെ പട്ടികയിൽ 3ാം തവണയും ഇടം നേടി മൂന്നാറിലെ ചാൻഡീസ് വിൻഡി വുഡ്സ്. ഇന്ത്യയിൽ നിന്ന് ഈ നേട്ടത്തിന് അർഹമായ ഏക ഹോട്ടലാണ് ചാൻഡീസ് വിൻഡി വുഡ്സ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 25 ഹോട്ടലുകളിലും
ഏറ്റവും മികച്ച ലക്ഷറി ഹോട്ടലുകളിലും ഒന്നാം സ്ഥാനവും ചാൻഡീസ് വിൻഡി വുഡ്സിന് തന്നെയാണ്. ആഗോള ഹോട്ടൽ ശൃംഖലകളുമായി മാറ്റുരച്ചാണ് കേരളത്തിൽ നിന്നുള്ള ഹോട്ടൽ നേട്ടം കൈവരിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച ജനകീയ ഹോട്ടലുകളുടെ പട്ടികയിൽ 3-ാം തവണയും ഇടം നേടി മൂന്നാറിലെ ചാൻഡീസ് വിൻഡി വുഡ്സ്. ഇന്ത്യയിൽ നിന്നും ഈ നേട്ടത്തിന് അർഹമായ ഏക ഹോട്ടലാണ് ചാൻഡീസ് വിൻഡി വുഡ്സ്. അമേരിക്കൻ ഓൺലൈൻ ട്രാവൽ റിവ്യൂ സൈറ്റായ ട്രിപ്പ് അഡ്വൈസർ ട്രാവലേഴ്സ് ചോയ്സ് അവാർഡ്സ് 2024 ടൂറിസം സേവന മേഖലയിൽ ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ നേട്ടങ്ങളുമായി ചാൻഡീസ് വിൻഡി വുഡ്സ് ഇടം നേടിയത്. പ്രകൃതിയോടിണങ്ങിയ ഹോട്ടൽ, സഞ്ചാരികളെ ആകർഷിക്കുന്ന ലൊക്കേഷൻ, വൃത്തി, ട്രാവൽ റിവ്യൂ, സർവീസ് മികവ് തുടങ്ങിയവ പരിഗണിച്ചാണ് മൂന്നാറിലെ ചാൻഡീസ് വിൻഡി വുഡ്സ് അവാർഡ് സ്വന്തമാക്കിയത്. വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികളുടെ അനുഭവങ്ങളും അവർ നൽകിയ ഉയർന്ന റേറ്റിംഗുമാണ് നേട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ മാത്യു കുരുവിള പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 25 ഹോട്ടലുകളിലും ഏറ്റവും മികച്ച ലക്ഷറി ഹോട്ടലുകളിലും 1-ാം സ്ഥാനവും ചാൻഡീസ് വിൻഡി വുഡ്സിന് തന്നെയാണ്. ഏഷ്യയിലെ ഏറ്റവും മികച്ച 25 ഹോട്ടലുകളിൽ 7-ാം സ്ഥാനത്തും ഏഷ്യയിലെ ഏറ്റവും മികച്ച ലക്ഷറി ഹോട്ടലുകളിൽ 4-ാം സ്ഥാനത്തും ചാൻഡീസ് വിൻഡി വുഡ്സ് ആണ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച 25 ആഡംബര ഹോട്ടലുകളിൽ 6-ാം സ്ഥാനവും ചാൻഡീസ് വിൻഡി വുഡ്സ് കരസ്ഥമാക്കിയതായി CEO അലൻ കുരുവിള പറഞ്ഞു. ആഗോള ഹോട്ടൽ ശൃംഖലകളുമായി മാറ്റുരച്ചാണ് കേരളത്തിൽ നിന്നുള്ള ഹോട്ടൽ നേട്ടം കൈവരിച്ചത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. സ്പ്രിംഗ് വാലിയിൽ കാട്ടുപോത്തിന്റെ വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന കർഷകൻ രാജീവിന് ചികിത്സാ സഹായം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. നാമമാത്രമായ സഹായം മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. വണ്ടിപ്പെരിയാറിലെ സ്പ്രിംഗ് വാലി ഡിവിഷനിൽ മാർച്ച് മാസം 29-ാം തീയതി വെള്ളിയാഴ്ച കാട്ടുപോത്ത് വെട്ടി അതീവ ഗുരുതരമായ നിലയിൽ പാലായിലെ മാർസ്ലീബ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രാജീവ് എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ ദാരുണമായ അവസ്ഥയെ സംബന്ധിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാർച്ച് 29-ാം തീയതി വെള്ളിയാഴ്ച 4 മണിയോട് കൂടിയിട്ടാണ് കാട്ടുപോത്ത് വെട്ടി അതീവ ഗുരുതരമായ നിലയിൽ കരളിനും ഡയഫ്രം, ശ്വാസകോശം, വാരിയെല്ലുകൾ എന്ന് വേണ്ട ഹൃദയത്തോട് ചേർന്നുള്ള മുഴുവൻ അവയവങ്ങളും ഗുരുതരമായ തകരാറിലായി മാർസ്ലീബയിൽ പ്രവേശിക്കപ്പെട്ടത് 4 മണിക്കാണ് 29-ാം. ആദ്യഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ ചിലവായ തുക 6 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ അധികൃതർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ബന്ധപ്പെട്ട് അതിൻ്റെ ചികിത്സാ സഹായം പൂർണ്ണമായി ചികിത്സയ്ക്ക് ചിലവാകുന്ന മുഴുവൻ തുകയും ആശുപത്രിയിലേക്ക് കൈമാറിക്കൊള്ളാം എന്ന് വാക്ക് പറഞ്ഞിരുന്നതാണ്. പീരുമേട് MLA ആയിട്ടുള്ള ശ്രീ വാണി സോമൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബം. എന്നാൽ ഇന്ന് വരെ ഒരു പൈസ പോലും ആ നിലയിൽ കൊടുത്തിട്ടില്ല.
വനം വകുപ്പിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചുള്ള 1 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിക്ക് കൈമാറിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒന്നാം ഘട്ടത്തിൽ ചിലവ് വരുന്ന 6 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ മാത്രമാണ് കൈമാറിയിട്ടുള്ളത്. ഈ ഏപ്രിൽ മാസം 17-ാം തീയതി മുതൽ വീണ്ടും ശ്രീ രാജീവ് ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ വീണ്ടും പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ചികിത്സയ്ക്ക് ചിലവായ തുക 8 ലക്ഷം രൂപയാണ്. ഈ 8 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിലേക്ക് വനം വകുപ്പ് കൊടുത്തിട്ടുള്ളത്. ബാക്കി തുക അടയ്ക്കാതെ 7 ലക്ഷം രൂപ അടയ്ക്കാതെ ഈ രോഗിയെ ഡിസ്ചാർജ് ചെയ്യില്ല എന്നുള്ള നിർബന്ധത്തിൽ ഹോസ്പിറ്റൽ അധികൃതർ അവിടെ കഴിയുകയാണ്. അങ്ങേയറ്റം ഗുരുതരമായ ഒരു പാളിച്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, തെരഞ്ഞെടുപ്പ് സമയത്ത് 100% പൈസയും സർക്കാർ വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയതാണ്. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞതുകൊണ്ടാണോ ഈ പൈസ കൊടുക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ബലമായി സംശയിക്കുന്നു. 1 ലക്ഷം രൂപ വനംവകുപ്പ് കൊടുത്തതിനപ്പുറത്തുള്ള ബാക്കി തുക ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കിയെങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നാണ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടറുമായി തിരക്കിയിരുന്നു. ജില്ലാ കളക്ടർ മറുപടി പറഞ്ഞത്, ഈ അപകടമുണ്ടാകുന്ന മാർച്ച് മാസം 29-ാം തീയതി തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ പൂർണ്ണമായി പൈസ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് എല്ലാ ഡീറ്റെയിൽസും സഹിതം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ സർക്കാരിൽ നിന്നും യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഗുരുതരമായ പാളിച്ചയെ സംബന്ധിച്ച് അവർ മറുപടി പറയണം. ഇങ്ങനെ ഒരു പാവപ്പെട്ട കൃഷിക്കാരനെ ബലി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ദുരവസ്ഥ അങ്ങേറ്റം നിരാശാജനകവും പ്രതിഷേധകരവുമാണ്. അതിശക്തമായ പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. വണ്ണപ്പുറം പഞ്ചായത്ത് 11-ാം വാർഡ് മുള്ളൻകുത്തിയിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് 1 മാസമായിട്ടും നന്നാക്കാൻ നടപടിയില്ലെന്ന് നാട്ടുകാർ. വണ്ണപ്പുറം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ വിളയാട്ടം. ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ സമരമാണെന്ന മറുപടിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വണ്ണപ്പുറം പഞ്ചായത്ത് 11-ാം വാർഡ് മുള്ളൻകുത്തി CSC പള്ളി റോഡിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും നന്നാക്കാൻ നടപടിയില്ലെന്ന് നാട്ടുകാർ. വണ്ണപ്പുറം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ വിളയാട്ടം. മാസങ്ങളായി വെള്ളം ഒഴുകി സമീപത്തെ പറമ്പിൽ ചെറിയ കുളം രൂപപ്പെട്ടു. വിവരം ബന്ധപ്പെട്ടവരെ അറിയിച്ചപ്പോൾ സമരമാണെന്നാണ് മറുപടി ലഭിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. മെമ്പറുടെ അടുത്ത് പോയി പറഞ്ഞു, മെമ്പർ വിളിച്ചു പറഞ്ഞു, അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റിക്കാർ സമരത്തിലായിരുന്നു എന്നൊക്കെ പറയണം. നമുക്കറിയത്തില്ല. ഇതാ മെമ്പറിൻ്റെ വീട്. ഇവിടെ പണിക്കാരും വരുന്നുമില്ല, നോക്കുന്നുമില്ല. ഇവിടെ പൈപ്പ് പൊട്ടി ഒഴുകുന്നത് മൂലം പല വീടുകളിലും വെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിങ്കുന്നം ഇല്ലിച്ചാരിയിൽ പുലിയുടെ ദൃശ്യങ്ങൾ വീണ്ടും ക്യാമറയിൽ പതിഞ്ഞതോടെ ഭീതിയിലായിരിക്കുകയാണ് ഒരു ഗ്രാമം. ഭൂരിഭാഗം കർഷകരും തൊഴിലാളികളും അധിവസിക്കുന്ന ഇവിടെ പലരുടെയും വരുമാനം നിലച്ച സ്ഥിതിയാണ്. പകൽ പോലും വീടിന് വെളിയിൽ ഇറങ്ങാൻ ഭയമാണെന്ന് വീട്ടമ്മമാർ പ്രതികരിച്ചു. തൊടുപുഴ സബ് ഡിസ്ട്രിക്ട് റിട്ടയർഡ് ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ വാർഷികാഘോഷം കരിമണ്ണൂർ സെന്റ് ജോസഫ് HSS മുൻ പ്രിൻസിപ്പൽ ജോർജ് ജോസഫ് കേളകം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം മാർ ബേസിലിയസ് ഐസ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. HS മോറാൻ മാർ ബേസിലിയോസ് മാർത്തോമായിലെ മാത്യു മൂന്നാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുണ്ടൻമുടി നാരുകാനം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ 2ാമത് പ്രതിഷ്ഠാവാർഷിക മഹോത്സവം ഞായറാഴ്ച ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴയിൽ ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.